ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ഒബ്ലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ സൈഡ് ഭാഗങ്ങളിലുള്ള ആ ഒരു മസിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഒബ്ലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വയറിൻ്റെ അല്ലെങ്കിൽ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒഴിവാക്കി കളയുകയാണ് ഈ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ വയറ് ഷേപ്പ് ആവാനും ഒരു വി ഷേപ്പൊക്കെ വരാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ് ഈ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ. മിക്കവാറും ആൾക്കാരൊന്നും തന്നെ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ ചെയ്യാറില്ല. അതുമൂലം അവർക്ക് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു 3-4 ഒബ്ലിക്സ് വർക്കൗട്ടുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് വളരെ ബെനിഫിറ്റും വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരിക്കലും ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ ഒഴിവാക്കാതിരിക്കും. കാരണം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോജനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആപ്സിൻ്റെ ആ ഒരു ഭാഗത്തെ മസിൽസൊക്കെ സ്ട്രോങ് ആവാനും ഒക്കെ നമ്മുടെ ഈ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്ലിക്സ് നല്ല ഷേപ്പാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ സൈഡ് ഭാഗത്തുള്ള ആ ഒരു ഫാറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ആപ്സൊക്കെ നല്ലൊരു ഷേപ്പിലോട്ട് കിട്ടും, ഒരു വി ഷേപ്പിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യുന്ന ഫിറ്റ്നസ്സും വർക്കൗട്ടിനെ കുറിച്ചൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം തന്നെ പറയാറുള്ളത്. ഓക്കെ, അല്ലാതെ ജിമ്മിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. നമ്മളെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ ഓരോ വീഡിയോകളും. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ സഹായമാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് എൻ്റെ ഓരോ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് വേണം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് പോകാം. അപ്പം ഈ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ബ്രീത്തിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്സിൻ്റെ വർക്കൗട്ടിൻ്റെ ദിവസം നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം മാത്രം ചെയ്യുക. എന്നും കിടന്ന് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യരുത്. ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഈ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ടുകളെ ഉൾപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒബ്ലിക്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ഒഴിവാക്കുക. കാരണം ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ലോവർ ബാക്കിന് സ്ട്രെയിനൊക്കെ തന്നിട്ട് അത് വെറുതെ ഇഞ്ചുറിയൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത ഒരു 0 ബെനിഫിറ്റ് വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഇത് ഒബ്ലിക്സിന് വേണ്ടി ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാതിരിക്കുക. ഇതൊരു വേസ്റ്റ് വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒബ്ലിക്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീട്ടിൽ ചെയ്യാവുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ട്. നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുക, കാല് ഒരല്പം ബെൻഡ് ചെയ്തിട്ട് ഇതണക്ക് ഇരിക്കുക. അതിനുശേഷം നിങ്ങളുടെ പെൽവിക് മസിൽ ഇതണക്കൊന്ന് ബാക്കിലോട്ട് ചായുക. അതിനുശേഷം നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അപ്പർ ബോഡി അധികം മൂവ് ചെയ്യിപ്പിക്കാതെ നിങ്ങളുടെ ഒരു ഒബ്ലിക്സ് ഭാഗം മാത്രം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇത് നിങ്ങളുടെ ഒബ്ലിക്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾ ഒരു 15 തൊട്ട് ഒരു 20 റെപ്സ് വെച്ചിട്ട് ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഒബ്ലിക് മസിലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ സ്ട്രോങ് ആവും. അതുകൂടാതെ നിങ്ങളുടെ സൈഡ് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പരിശീലിച്ച് ശീലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടും ഈ വർക്കൗട്ട് ചെയ്യാം. ഇതെനിക്ക് ഒരല്പം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നല്ല കിടിലും ഒരു വർക്കൗട്ടാണ്. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക. ഇത് കണക്ക് ഇത് നമുക്ക് ഒരല്പം അഡ്വാൻസ് ലെവലിലും വേണമെങ്കിൽ ചെയ്യാം. കാല് ഒരല്പം ഉയർത്തി വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നോക്കിക്കൊള്ളുക, ബൈസിക്കിൾ ക്രഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. നിങ്ങൾ കാല് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് കൈ നിങ്ങളുടെ ഹെഡിൻ്റെ ബാക്കിലായിട്ട് പിടിച്ചതിന് ശേഷം ഇതേ കണക്ക് കണ്ടില്ലേ, ഈ ഒരു രീതി വേണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ. കണ്ടില്ലേ, നെക്സ്റ്റ് കാല് അതേ കണക്ക് തന്നെ ഇതേ കണക്ക് നിങ്ങളുടെ ആ ഒരു കൈയുടെ മുട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കാലിനടുത്തോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇങ്ങനെ ഈ വർക്കൗട്ട് ചെയ്യുക. ഇതും നിങ്ങളുടെ ഒബ്ലിക്സിന് നല്ല കിടിലം ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതും നിങ്ങൾക്ക് ഒരു 15 തൊട്ട് 20 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴോട്ട് നിങ്ങളുടെ ഹെഡ് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പം ഈ ഒരു വർക്കൗട്ടും വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഈ താഴുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു തല ഫ്ലോറിലോട്ട് കൊണ്ടുപോയിട്ട് മുട്ടിക്കുകയൊന്നും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം
നിങ്ങൾക്ക് അല്പം ഫാസ്റ്റായിട്ട് വേണമെങ്കിലും ഈ വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാല് ഒരല്പം ഉയർത്തി ഇതേ കണക്ക് വെക്കുക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വെക്കുക. വല്ല ചെയറിലോ എവിടെയെങ്കിലും കാല് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കൈ ഇത് കണക്ക് ഹെഡിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ തല താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കരുത്. ഇതും നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതും നിങ്ങൾക്ക് 15 തൊട്ട് 20 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 3-4 സെറ്റ് നിങ്ങൾ ആവർത്തിക്കുക. വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് താഴോട്ട് പോകുമ്പം ബ്രീത്ത് ഇൻ, മേളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു 15 പ്രാവശ്യം 20 പ്രാവശ്യം ഒരു കാലിൽ ആവർത്തിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തായിട്ട് നിങ്ങൾ ഇതേ കണക്ക് ചെയ്യുക. ഓക്കെ, 1 ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടില്ലേ, ഇങ്ങനെ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ. ഇതും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച ഒരു ബൈസിക്കിൾ ക്രഞ്ചസ് പൊസിഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഒബ്ലിക്സ് മസിൽ അടിപൊളിയാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയറിലോ സ്റ്റൂളിലോ എവിടെയെങ്കിലും സോഫയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാല് ഉയർത്തി വെച്ചിട്ട് ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടാണ്, പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളിങ്ങനെ കിടക്കുക. അതിനുശേഷം സ്ട്രൈറ്റായിട്ട് കിടന്ന ശേഷം കാല് മുട്ടൊരല്പം ബെൻഡ് ചെയ്ത് മുമ്പോട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് ഫ്രണ്ടിലോട്ട് വെക്കുക. കണ്ടില്ലേ, ഇതേ കണക്ക് ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഹെഡും നിങ്ങളുടെ ഒരു കാലും ഒരേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. താഴോട്ട് കണ്ടില്ലേ, ഈ ഒരു രീതി മാത്രം നിങ്ങളുടെ കാല് ഉയർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കാല് ഫ്രണ്ടിലോട്ടായിരിക്കണം വരുന്നത്. ഓക്കെ, ഇതേ കണക്ക് കാല് ഫ്രണ്ടിലോട്ട് വരിക. ഒരേ കണക്ക് നിങ്ങളുടെ ആ ഒരു ഹെഡ് ഭാഗവും നിങ്ങളുടെ ഒരു കാലും ഒരേ കണക്ക് ഉയർത്തുക. ഓക്കെ, അപ്പം താഴോട്ട് നിങ്ങൾ കാല് കൊണ്ടുവന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മേളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഒരു സൈഡിൽ 15 തൊട്ട് 20 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. 3 സെറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ബ്രീത്തിങ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേളിലോട്ട് പോകുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതും നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ചിലവർ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന കാണാം. കാലിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന കാണാം. ഇങ്ങനെ ചെയ്യരുത്. ഇതുകൊണ്ട് ബെനിഫിറ്റ് കുറവായിരിക്കും ഉണ്ടാകുന്നത്. കാല് ഇതേ കണക്ക് അല്പം ബെൻഡ് ചെയ്ത് മുമ്പോട്ട് കയറ്റി വെക്കുക. മറ്റേ കാലിൻ്റെ ഒരു മുകളിലൂടെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വെക്കുക. ഓക്കെ, അതിനുശേഷം ഈ രീതിയിൽ ചെയ്യുക. സൂപ്പർ ഒരു വർക്കൗട്ടാണിത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു 3-4 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞ് അടുത്ത കാലിലും അതേ കണക്ക് തന്നെ 15-20 റെപ്സ് നിങ്ങൾ മറ്റേ കാലിൽ എത്രയാണോ ചെയ്യുന്നത് അതേ കണക്ക് തന്നെ ചെയ്യുക. കാല് മുമ്പോട്ട് കയറ്റി വെക്കുക. ഇതേ കണക്ക് കണ്ടില്ലേ, അല്പം ബെൻഡ് ചെയ്ത് മുമ്പോട്ട് കയറ്റി വെക്കുക. അതിനുശേഷം ഒരേ കണക്ക് തന്നെ നമ്മുടെ ബോഡിയും കണ്ടില്ലേ, ഇതാണ് കിടിലൻ വർക്കൗട്ടാണിത്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒബ്ലിക്സിൻ്റെ മസിൽസിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് ഈ വർക്കൗട്ടുകൾ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റാണ്. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം പുതിയ ഒരു ഞാൻ പറഞ്ഞ കണക്ക് തന്നെ എല്ലാം അടിപൊളി വർക്കൗട്ട് വീഡിയോകളാണ് ഞാൻ വീട്ടിൽ ചെയ്യാവുന്നത് ഇടുന്നത്. അപ്പം താങ്ക് യു.